നമുക്ക് ഈ സെഷനിൽ ഗോൾഡൻ റൂൾ ഓഫ് അക്കൗണ്ടിങ് വളരെ സിമ്പിളായി ഷോർട്ടായിട്ട് ഗോൾഡൻ റൂൾ ഓഫ് അക്കൗണ്ടിങ് ഒന്ന് പരിചയപ്പെടുത്താനാണ് ഉദ്ദേശിക്കുന്നത്. ആദ്യമായി നമ്മൾ ചെയ്യേണ്ടത് നമ്മളുടെ അക്കൗണ്ട്സിനെ നമുക്ക് 3 രീതിയിൽ ബൈഫർക്കേറ്റ് ചെയ്യാം. ഓക്കെ, ഒന്ന് റിയൽ അക്കൗണ്ട്സ് എന്ന് പറഞ്ഞാൽ എന്താ? ജനറൽ ലെഡ്ജർ കണ്ടെയ്ൻസ് ട്രാൻസാക്ഷൻ റിലേറ്റഡ് ടു അസറ്റ്സ് ഓഫ് എ ബിസിനസ് എൻറ്റിറ്റി. അതായത് എല്ലാ അസറ്റുകളെയും ഗ്രൂപ്പ് ചെയ്യാവുന്ന ഒരു ജനറൽ ലെഡ്ജറാണ് റിയൽ അക്കൗണ്ട് എന്ന് പറയുന്നത്. അപ്പോൾ അസറ്റ് എന്തൊക്കെയാണ്? ഒരു സ്ഥാപനത്തിനുള്ള ആ സ്ഥാപനം ഹോൾഡ് ചെയ്യുന്ന, സ്ഥാപനത്തിൻ്റെ ബിസിനസ്സിന് വേണ്ടി ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് ഹോൾഡ് ചെയ്യുന്ന, ഒന്നിലധികം വർഷം ലൈഫ് ടൈം കിട്ടുന്ന ഐറ്റംസിനെയാണ് നമ്മൾ അസറ്റായിട്ട് ട്രീറ്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ അസറ്റ്സ് എല്ലാം റിയൽ അക്കൗണ്ട് എന്ന് പറയുന്ന ജനറൽ ലെഡ്ജറിൻ്റെ കാറ്റഗറിയിലാണ് വരിക. രണ്ടാമത്തത് പേഴ്സണൽ അക്കൗണ്ട്. പേഴ്സണൽ അക്കൗണ്ടിൽ എന്തൊക്കെ വരും? എ ജനറൽ ലെഡ്ജർ ദാറ്റ് റിലേറ്റ്സ് ടു പീപ്പിൾ, അസോസിയേഷൻ ആൻഡ് കമ്പനീസ്. അതായത് ഒരു വ്യക്തിയോ ഒരു സ്ഥാപനമോ അല്ലെങ്കിൽ ഒന്നിലധികം വ്യക്തികളുടെ ഒരു കൂട്ടത്തെയോ ആണ് നമ്മൾ പേഴ്സണൽ അക്കൗണ്ടിൽ കാറ്റഗറൈസ് ചെയ്യുക. അപ്പോൾ പേഴ്സണൽ അക്കൗണ്ടിന് എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ക്രെഡിറ്റേഴ്സ്, സാധനം പർച്ചേസ് ചെയ്യുന്ന, നമുക്ക് സാധനങ്ങൾ സപ്ലൈ ചെയ്യുന്ന ആളുകൾ, സപ്ലയേഴ്സ് അല്ലെങ്കിൽ ക്രെഡിറ്റേഴ്സ്. അതുപോലെ നമ്മുടെ കസ്റ്റമേഴ്സ് ആവാം, നമ്മൾ സാധനങ്ങൾ സെല്ല് ചെയ്യുന്ന നമ്മുടെ കസ്റ്റമേഴ്സ്, അത് പേഴ്സണൽ അക്കൗണ്ടിലാണ് വരിക. അതുപോലെ നമ്മുടെ സ്ഥാപനവുമായി ട്രാൻസാക്ഷൻ നടത്തുന്ന മറ്റ് സ്ഥാപനങ്ങൾ, അതൊക്കെ പേഴ്സണൽ അക്കൗണ്ടിലാണ് വരിക. ഓക്കെ, മൂന്നാമത്തത് നോമിനൽ അക്കൗണ്ട്. ഈ മുകളിൽ പറഞ്ഞ രണ്ടിലും പെടാത്ത ഇൻകം, എക്സ്പെൻസ്, പ്രോഫിറ്റ്, ലോസ് അങ്ങനെയുള്ള ഐറ്റംസൊക്കെ ഗ്രൂപ്പ് ചെയ്യുന്ന ഒരു ജനറൽ ലെഡ്ജറാണ് നോമിനൽ അക്കൗണ്ട് എന്ന് പറഞ്ഞാൽ. അതിൻ്റെ നോമിനൽ അക്കൗണ്ടിന് മാത്രമുള്ള ഒരു പ്രത്യേകതയുണ്ട്. അത് എല്ലാ വർഷവും പൂർണ്ണമായിട്ടും ക്ലോസ് ചെയ്ത് കളഞ്ഞ് നെക്സ്റ്റ് ഇയറിൽ അത് 0 വെച്ചിട്ടാണ് സ്റ്റാർട്ട് ചെയ്യുക. മുകളിൽ പറഞ്ഞുള്ള റിയൽ അക്കൗണ്ടും പേഴ്സണൽ അക്കൗണ്ടും ഒരു വർഷത്തെ ബാലൻസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ആ ബാലൻസ് അടുത്ത വർഷത്തേക്ക് ക്യാരി ഫോർവേഡ് ചെയ്യും. പക്ഷേ നോമിനൽ അക്കൗണ്ട് കാറ്റഗറിയിൽ വരുന്ന ഐറ്റംസ്, എക്സ്പെൻസ്, ഇൻകം ഒക്കെ അതാത് വർഷങ്ങളിൽ ക്ലോസ് ചെയ്ത് അടുത്ത വർഷം അത് ഫ്രഷ് ആയിട്ടാണ് സ്റ്റാർട്ട് ചെയ്യുക, 0യിൽ നിന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്യും. ഓക്കെ, അതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് നമുക്ക് ഡീറ്റെയിൽഡ് അക്കൗണ്ടിങ് പഠിച്ച് കഴിയുമ്പോൾ മനസ്സിലാവും. അപ്പോൾ ഈ 3 ടൈപ്പ് അക്കൗണ്ട്സ് നമ്മൾ കാറ്റഗറൈസ് ചെയ്യുന്ന എല്ലാ അക്കൗണ്ടുകളും, എല്ലാ ലെഡ്ജറുകളും ഈ 3ൽ ഏതെങ്കിലും ഒരു കാറ്റഗറിയിൽ പെടുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ ഈ 3 കാറ്റഗറീസിനെ ബേസ് ചെയ്തുകൊണ്ട് ആണ് ഗോൾഡൻ റൂൾ ഓഫ് അക്കൗണ്ടിങ് വർക്ക് ചെയ്യുന്നത്. അതിൽ ഒന്നാമത്തെ ഗോൾഡൻ റൂൾ നമുക്ക് നോക്കാം. ഒന്നാമത്തെ ഗോൾഡൻ റൂള് റിയൽ അക്കൗണ്ടുമായിട്ട് റിലേറ്റഡ് ആണ്. ഡെബിറ്റ് വാട്ട് കംസ് ഇൻ ആൻഡ് ക്രെഡിറ്റ് വാട്ട് ഗോസ് ഔട്ട്. ഓക്കെ, റിയൽ അക്കൗണ്ട് എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞു, എക്സാമ്പിൾസ് പറയാം. റിയൽ അക്കൗണ്ട്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? അസറ്റ്സ് ആണ്. അസറ്റ്സിന് എക്സാമ്പിൾ എന്താ? കമ്പ്യൂട്ടർ ഒരു അസറ്റാണ്, ക്യാഷ് മറ്റൊരു അസറ്റാണ്, ബാങ്ക് അക്കൗണ്ട് ഒരു അസറ്റാണ്, ഫർണിച്ചർ. ഫോർ എക്സാമ്പിൾ ഇത്രയും കാര്യങ്ങൾ, ഇതൊക്കെ അസറ്റിൽ ഗ്രൂപ്പ് ചെയ്യുന്നതാണ്. അപ്പോൾ ഇതിൻ്റെ ഗോൾഡൻ റൂൾ ഓഫ് അക്കൗണ്ടിങ് എന്ന് പറഞ്ഞാൽ ഈ പറയുന്ന ഐറ്റംസിൻ്റെ പർച്ചേസോ സെയിൽസോ ഒക്കെ നമ്മൾ അക്കൗണ്ട് ചെയ്യുമ്പോൾ ഡിപ്പെൻഡ് ചെയ്യേണ്ട വൺ ഓഫ് ഗോൾഡൻ റൂൾസ് ആണ്. ഒന്നാമത്തെ റൂള്, ഡെബിറ്റ് വാട്ട് കംസ് ഇൻ, ക്രെഡിറ്റ് വാട്ട് ഗോസ് ഔട്ട്. സ്ഥാപനത്തിലേക്ക് വരുന്നത് എന്താണോ അതിനെ ഡെബിറ്റ് ചെയ്യുക, സ്ഥാപനത്തിൽ നിന്ന് പുറത്തേക്ക് പോകുന്നത് എന്താണോ അതിനെ ക്രെഡിറ്റ് ചെയ്യുക എന്നാണ് ഉദ്ദേശിച്ചത്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഒരു സ്ഥാപനം ഒരു കമ്പ്യൂട്ടർ പർച്ചേസ് ചെയ്തു. കമ്പ്യൂട്ടറിൻ്റെ വില 10,000 രൂപയാണ്. ക്യാഷ് കൊടുത്തിട്ടാണ് പർച്ചേസ് ചെയ്തത്. അപ്പോൾ ഈ ട്രാൻസാക്ഷൻ എങ്ങനെ റെക്കോർഡ് ചെയ്യും? കമ്പ്യൂട്ടർ ആണ് നമുക്ക് കിട്ടുന്ന സംഗതി. അപ്പോൾ കമ്പ്യൂട്ടർ അക്കൗണ്ട് ഡെബിറ്റ് ടു ക്രെഡിറ്റ് ചെയ്യേണ്ട എന്താ? വാട്ട് ഗോസ് ഔട്ട്. എന്ത് അസറ്റാണ് നമ്മുടെ കയ്യിൽ നിന്ന് പോകുന്നത്? ക്യാഷ് ആവാം അല്ലെങ്കിൽ ബാങ്ക് ആവാം. ഓക്കെ,
ഈ രണ്ടും വരാം. അപ്പോൾ ഇതാണ് ഗോൾഡൻ റൂൾ ഓഫ് അക്കൗണ്ടിങ്ങിലെ ഒന്നാമത്തെ റൂളിൻ്റെ അപ്ലിക്കേഷൻ. ഇനി സെക്കൻഡ് റൂൾ എടുക്കാം. സെക്കൻഡ് റൂൾ എന്ന് പറയുമ്പോൾ സെക്കൻഡ് റൂള് പേഴ്സണൽ അക്കൗണ്ടുമായിട്ട് റിലേറ്റഡ് ആണ്. ഡെബിറ്റ് ദ റിസീവർ, ക്രെഡിറ്റ് ദ ഗിവർ എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ പേഴ്സണൽ അക്കൗണ്ടിൽ എന്തൊക്കെ വരും എന്നുള്ളത് നമുക്ക് ആദ്യം എഴുതാം. നമ്മുടെ കസ്റ്റമേഴ്സ് വരും, സപ്ലയേഴ്സ് വരാം, പിന്നെ നമ്മുടെ സ്ഥാപനവുമായി കണക്ട് ചെയ്തിട്ടുള്ള ഇൻഡിവിജ്വൽസ്, അവർ ആരായാലും അങ്ങനെയുള്ളതൊക്കെ അതിൽ വരാം, എക്സെട്ര. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ റൂൾ എന്താ? ഡെബിറ്റ് ദ റിസീവർ, ക്രെഡിറ്റ് ദ ഗിവർ എന്നാണ് പറഞ്ഞേക്കുന്നത്. അപ്പോൾ ഇതിന് ഒരു എക്സാമ്പിൾ പറയാനുള്ളത് ക്രെഡിറ്റ് സെയിൽ ടു എ കസ്റ്റമർ. ഇപ്പോൾ എങ്ങനെയാണ് എൻട്രി ഇടുക? കസ്റ്റമർ അക്കൗണ്ട് ഡെബിറ്റ് ടു സെയിൽസ്. ഇതിൽ ഈ ഒരു എൻട്രിയിൽ പേഴ്സണൽ അക്കൗണ്ടിൽ വരുന്നത് ഒരു ആസ്പെക്റ്റ് മാത്രമാണ്. ഇത് മാത്രമാണ് കസ്റ്റമർ അക്കൗണ്ട് എന്നുള്ളതാണ് പേഴ്സണൽ ലെഡ്ജറിൽ വരിക. സെയിൽസ് എന്താ? സെയിൽസ് ഇൻകം ആണ്, അത് നോമിനൽ അക്കൗണ്ടിലേക്കാണ് പോവുക. ഓക്കെ, അപ്പോൾ ഈ റൂൾ വെച്ച് ഡെബിറ്റ് ദ റിസീവർ, ഇവിടെ ആ പ്രൊഡക്റ്റ് റിസീവ് ചെയ്യുന്നത് ആരാ? നമ്മൾ സെല്ല് ചെയ്യുമ്പം ഇതിൻ്റെ റിസീവർ ആരാ? കസ്റ്റമറാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ കസ്റ്റമറെ ഡെബിറ്റ് ചെയ്തു. ഇതുപോലെ തന്നെ പർച്ചേസ് ട്രാൻസാക്ഷൻ റെക്കോർഡ് ചെയ്യുമ്പോൾ എങ്ങനെയാണ് ചെയ്യുക? പർച്ചേസ് അക്കൗണ്ട് ഡെബിറ്റ് ടു സപ്ലയർ. ഈ പറയുന്ന ട്രാൻസാക്ഷനിലും പേഴ്സണൽ അക്കൗണ്ട് ഏതാണ് വരിക? ഈ സപ്ലയർ എന്നുള്ളത് മാത്രമാണ് പേഴ്സണൽ അക്കൗണ്ട്. പർച്ചേസ് എക്സ്പെൻസ് ആയതുകൊണ്ട് നോമിനൽ അക്കൗണ്ടിലേക്ക് പോകും. അപ്പോൾ ഇവിടെ ഡെബിറ്റ് ദ റിസീവർ, ക്രെഡിറ്റ് ദ ഗിവർ എന്ന് പറയുന്നുണ്ട്. ഗിവർ ആരാ? ഇവിടെ ഈ പ്രൊഡക്റ്റ് നമ്മുടെ സ്ഥാപനത്തിനെ സംബന്ധിച്ചിടത്തോളം ഗിവർ ആരാണ്? സപ്ലയർ ആണ്. അതുകൊണ്ട് നമ്മൾ അയാളെ സപ്ലയറെ ക്രെഡിറ്റ് ചെയ്യുന്നു. അതാണ് സെക്കൻഡ് റൂള്. ഓക്കെ, ഇനി മൂന്നാമത്തെ റൂള് വളരെ സിമ്പിളാണ്. നോമിനൽ അക്കൗണ്ട് എന്ന് പറഞ്ഞാൽ എല്ലാ എക്സ്പെൻസുകളും എല്ലാ ഇൻകവും വരുന്ന ഒരു കാറ്റഗറിയാണ് നോമിനൽ അക്കൗണ്ട് എന്ന് പറഞ്ഞാൽ. നോമിനൽ അക്കൗണ്ടിൻ്റെ റൂൾ എന്താ? ഡെബിറ്റ് ഓൾ എക്സ്പെൻസസ് ആൻഡ് ലോസസ്, ക്രെഡിറ്റ് ഓൾ ഇൻകം ആൻഡ് ഗെയിൻസ്. അതായത് എക്സ്പെൻസുകളെല്ലാം ഡെബിറ്റാണ് ചെയ്യുക. ഇപ്പോൾ സാലറി ആണെങ്കിൽ സാലറി അക്കൗണ്ട് ഡെബിറ്റ് ടു ബാങ്ക്. ഇനി സ്റ്റേഷനറി പർച്ചേസ് ടു ബാങ്ക് ഓർ ക്യാഷ് വട്ടവർ. അതുപോലെ സാലറി ആണെങ്കിൽ സാലറി അക്കൗണ്ട് ഡെബിറ്റ് ടു ക്യാഷ്, ബാങ്ക്, എക്സെട്ര അങ്ങനെ വരാം. അപ്പോൾ ഇതിൻ്റെ റൂള് ഡെബിറ്റ് ഓൾ എക്സ്പെൻസസ്, എല്ലാ എക്സ്പെൻസസുകളും ഡെബിറ്റാണ്, എല്ലാ ഇൻകവും ക്രെഡിറ്റ് ആണ്. ക്രെഡിറ്റ് ഇൻകം എന്താ? ക്യാഷ് അക്കൗണ്ട് ഡെബിറ്റ് ടു സെയിൽസ് അക്കൗണ്ട്. ഇവിടെ ഇൻകം ഏതാണ്? സെയിൽസ് വേണ്ട. പിന്നെ ബാങ്ക് ഇൻട്രസ്റ്റ് റിസീവ്ഡ് എന്താ വരിക? ബാങ്ക് അക്കൗണ്ട് ഡെബിറ്റ് ടു ഇൻട്രസ്റ്റ് റിസീവ്ഡ് അക്കൗണ്ട് ക്രെഡിറ്റ് വരും. അപ്പോൾ എല്ലാ എക്സ്പെൻസുകളും ഡെബിറ്റ് ചെയ്യും, എല്ലാ ഇൻകവും ക്രെഡിറ്റ് ചെയ്യും. ഇതാണ് ഗോൾഡൻ റൂൾ ഓഫ് അക്കൗണ്ടിങ് എന്നുള്ള ഈ കോൺസെപ്റ്റിൻ്റെ വളരെ സിമ്പിളായി നമുക്ക് മനസ്സിലാക്കാവുന്ന ഒരു എക്സ്പ്ലനേഷൻ. ഓക്കേ.